ഹായ്, ഇന്ന് നമുക്ക് ഈ അടുത്തായിട്ട് വളരെ ട്രെൻഡിങ് ആയ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 7 ഇഞ്ച് വലുപ്പമുള്ള ഒരു കേക്ക് ട്രേയിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ബേസിലും സൈഡിലും ഇട്ട് കൊടുക്കണം. ഇതിൽ ബേസിൽ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ, പക്ഷേ ഞാൻ സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ചെയ്തിട്ട് ട്രേ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കണം. ഇനി അടുത്തതായിട്ട് 1 കപ്പ് മൈദ എടുത്ത് അതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ മൈദ മാറ്റി അതിന് പകരം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം കൂടെ 3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇതിലിപ്പോൾ ഞാൻ 1 തവണയാണ് അരിക്കുന്നതായിട്ട് കാണിക്കുന്നത്, പക്ഷേ 3 തവണ അരിക്കണം. ആദ്യം അരിപ്പയിലൂടെ അരിച്ച് പാത്രത്തിലേക്ക്, വീണ്ടും ഈ പാത്രത്തിൽ നിന്ന് ഒന്നും കൂടെ അരിച്ചെടുക്കണം, വീണ്ടും ഒന്നും കൂടെ, അങ്ങനെ 3 തവണ ചെയ്യണം. ഇനി അതിനുശേഷം 3 മുട്ട 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്, എങ്കിലേ നന്നായിട്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ സമയം നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തും കൂടെ വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി മുട്ടയും വാനില എസൻസും കൂടെ ബീറ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി മുട്ടയും പഞ്ചസാരയും കൊണ്ടുള്ള മിക്സ് നല്ല വൈറ്റ് കളറായിട്ട് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ലോ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിലാണ് ചെയ്യുന്നത്. 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതാണ് ഡ്രൈ മിക്സ് എന്ന് പറയുന്നത്. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ ഈ വെറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇനി ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കേണ്ട, ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് കുറേശ്ശെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, ബീറ്റ് ചെയ്യരുത്. കുറേശ്ശെ 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ പൊടികൾ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത് കുറേശ്ശെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മിക്സ് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ വരും. കുറേശ്ശെ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത് വെച്ചിരുന്ന കേക്ക് ട്രേയിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. കണ്ട, നല്ല കറക്റ്റ് പാകത്തിന് നല്ല റിബൺ പോലെയാണ് വീഴുന്നത്. സോ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ മിക്സ് ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇനി 1 കപ്പ് തിളപ്പിച്ച് ആറ്റിയ പാലിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ സമയത്തിന് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ട്, അത് ഒട്ടും മാവൊന്നും പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് കേക്ക് സെറ്റായിട്ടുണ്ട്, ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബേക്ക് ചെയ്തെടുത്ത കേക്കിന് നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത ബട്ടർ പേപ്പർ മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗവും സൈഡും ഒക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഇതൊരു മിൽക്ക് കേക്ക് അല്ലേ, അപ്പം ഈ ഡാർക്ക് കളറായിട്ടുള്ള ടോപ്പ് പോർഷനും സൈഡ് പോർഷനും ഒക്കെ വന്നാൽ അതിനൊരു വൈറ്റ് കളർ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ ഒരു ചെറിയ നൈഫ് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നുള്ള ആ ഡാർക്ക് കളർ പോർഷൻ മുഴുവൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ മുഴുവൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ ഹോൾസ് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും, അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ആ കംപ്ലീറ്റ് മിക്സും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആ കേക്കിനുള്ളിലേക്ക് പോയി കേക്ക് നല്ലോണം കുതിർന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഡോട്ട് ചെയ്ത് കൊടുത്തത്. കണ്ടോ, ആ പാല് മുഴുവനായിട്ട് അതിനേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഫുള്ള് പാലൊഴിച്ചതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു ബൗളിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഹൈ സ്പീഡിൽ നല്ലപോലെ ബീറ്റ് ചെയ്യണം. അതിൻ്റെ ബീറ്റ് ചെയ്ത്
അതിൻ്റെ പാകം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കട്ടിയായിട്ട് നമ്മൾ വെള്ളം പോലെ ഒഴിച്ച ക്രീം നല്ല കട്ടിയാവും. കട്ടിയായി നമ്മൾ ഈ പാത്രം കമഴ്ത്തി പിടിച്ചാൽ താഴെ വീഴത്തില്ല എന്നുള്ള ഒരു പാകം, അത്രയും നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കണം. അതാണ് ശരിക്കും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റായിട്ട് വെച്ചിരുന്ന കേക്ക് എടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് മുകളിൽ മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി, സൈഡിൽ സ്പ്രെഡ് ചെയ്യണമെന്നില്ല. മുകളിൽ ഞാനിതാ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് എടുത്തു. വിപ്പിംഗ് ക്രീം നല്ലോണം സ്പ്രെഡ് ചെയ്ത് നല്ല നീറ്റാക്കി ലെവൽ ചെയ്തെടുത്തിട്ട് അതിന് ശേഷം മുകൾ ഭാഗത്ത് എന്ത് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ആലിയ ഭട്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോബെറിയും ബ്ലൂബെറിയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പോർഷൻ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് എടുത്ത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ട്. ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വെറുതെ അല്ല ഇത് ആലിയക്ക് ഇത്ര ഇഷ്ടമായത്. അത്രയ്ക്ക് സോഫ്റ്റായിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. ട്രൈ ചെയ്ത് നോക്കിയാൽ ആർക്കും ഇഷ്ടമാകാതിരിക്കത്തില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റും. സോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.